ഹായ്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, പെർമിറ്റ് ഇല്ലാതെ നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങൾ, അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടലുകൾ, അതുപോലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ആവശ്യത്തിനായി കെട്ടിട നമ്പർ അനിവാര്യമാണ്. അതിനായി അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ കെട്ടിടങ്ങൾക്ക് എങ്ങനെ നമ്പർ ലഭിക്കും? അതുപോലെ പെർമിറ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അഥവാ അൺഡാംഡ് കൺസ്ട്രക്ഷൻസ്, അതായത് പെർമിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ സൈറ്റിൽ ആസ് പെർ പെർമിറ്റ് പ്രകാരമുള്ള പ്ലാൻ അല്ല ചെയ്തിട്ടുള്ളത്, ഇത്തരം കെട്ടിടങ്ങൾക്ക് എങ്ങനെ നമ്പർ ലഭിക്കും? സെറ്റ് ബാക്ക് ഇഷ്യൂസ് ഉള്ള കെട്ടിടങ്ങൾ, അത് ഫ്രണ്ട് ആവട്ടെ, റിയർ ആവട്ടെ, രണ്ട് സൈഡ് ആവട്ടെ, അത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് എങ്ങനെ നമ്പർ ലഭിക്കും? മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലെ സെക്രട്ടറിയിൽ നിന്നോ കോർപ്പറേഷനിലെ മേയറിൽ നിന്നോ ലഭിച്ചിട്ടുള്ള നോട്ടീസ്, സ്റ്റോപ്പ് മെമ്മോ പോലുള്ള കെട്ടിടങ്ങൾക്ക്, കാർ പാർക്കിംഗ് കുറവുള്ള കെട്ടിടങ്ങൾ, അതുപോലെ FSI കവറേജ് കുറവുള്ള കെട്ടിടങ്ങൾ, നിലവിൽ കാർ പാർക്കിംഗ് കാണിച്ച് പെർമിറ്റോ ഒക്യുപ്പൻസിയോ എടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ പിന്നീട് ബിസിനസ് ആവശ്യത്തിനോ വാടകക്കോ മറ്റു താമസ ആവശ്യത്തിനോ മാറ്റിയിട്ടുള്ളവർക്ക് എല്ലാത്തിനും ഒറ്റ സൊല്യൂഷൻ ആണുള്ളത്. സൊല്യൂഷൻ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഒരിക്കലും അനധികൃത കെട്ടിട നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ അല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പെട്ടുപോയ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഗവൺമെന്റിൽ നിന്നുള്ള പദ്ധതിയാണ്. ഓക്കെ, താങ്ക്സ്.